ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഒന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അറേബ്യൻ ഫുഡായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് പഞ്ചസാരയാണ്. അതൊരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് ഒരു ചായപാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് അത് പഞ്ചസാര മെൽറ്റാവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെറുനാരങ്ങ നീര് ഒഴിച്ച ശേഷം ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം ഒന്ന് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി അതിലേക്ക് വേണ്ടത് ഒരു കപ്പ് പഞ്ചസാര വീണ്ടും വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 കോഴിമുട്ടയാണ് അതിലേക്ക് എടുത്തിട്ടുള്ളത്. നമ്മൾ എത്രയോ റവ എടുക്കേണ്ടത് വെച്ചാൽ അതിൻ്റെ പകുതിയാണ് എല്ലാതും എടുക്കേണ്ടത്. അപ്പോൾ അതാ ഒരു കപ്പ് പഞ്ചസാരയും 2 മുട്ടയും ഇട്ടിട്ടൊന്ന് ബീറ്റർ വെച്ച് ചെറുതായിട്ടൊന്ന് പഞ്ചസാര അലിയുന്ന വരെ ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ അതാ ചെറുതായിട്ട് തന്നെ ഒന്ന് ഇതാക്കി എടുത്തിട്ടുണ്ട് 1 മിനിറ്റ് നേരം. ഇനി അതിലേക്ക് ഒരു കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ടും ഒന്നും കൂടെ ബീറ്റർ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അത് അടിച്ച് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഒരു കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പുളിയില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കപ്പ് തേങ്ങ ചിരവിയത് ചെറുതായി ചിരവിയെടുത്തതാണ്. ഇനി 2 കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ ടീസ്പൂണ് ബേക്കിംഗ് സോഡ, ചെറിയ ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ട് ടീസ്പൂണോട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കട്ടൊന്നും ഇല്ലാതെ ആക്കിയെടുക്കാം. അതിൻ്റെ ശേഷം ബീറ്റർ വെച്ചിട്ടാണ് ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കുന്നത്. ഇനി കട്ടയുണ്ടെങ്കിൽ ഫുള്ളായിട്ട് പോവാൻ വേണ്ടിയിട്ടാണ്. ഇനി കേക്കിൻ്റെ ഒരു പാത്രം എടുത്ത് അതിൽ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒഴിച്ച് കൊടുത്താൽ മതി. ഞാൻ നെയ്യാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് എല്ലായിടത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യെല്ലാം എല്ലായിടത്തേക്കും ആക്കി കൊടുത്ത ശേഷം നമ്മൾ അടിച്ചു വെച്ച ആ കേക്കിൻ്റെ കൂട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ നല്ല രുചിയാണ്. അപ്പോൾ അത് എല്ലാതും അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേറൊരു പാത്രം നമ്മൾ മുന്നേ സ്റ്റൗമ്മ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഇറക്കി വെക്കാനായിട്ട് കേക്കിൻ്റെ കൂട്ട് ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ട് തട്ടിക്കൊടുക്കണം. അതിലത്തെ ബോൾസൊക്കെ ഒന്ന് കളഞ്ഞിട്ട്. അപ്പോൾ അതൊരു പാനാണ്. പാനൊക്കെ ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ആ കേക്ക് ഇറക്കി വെക്കാൻ ഒരു വട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ശേഷം കേക്കിൻ്റെ കൂട്ട് ഒഴിച്ചത് പാത്രത്തോടെ തന്നെ അതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 3/4 മണിക്കൂർ നേരം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ 3/4 ഭാഗം വേവിച്ച ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് പിസ്തയും ബദാമും കൂടെ ചെറുതായി പീസാക്കിയിട്ടുണ്ട്. അത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്താ ചെറിയ പീസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. എല്ലാതും അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടാറാനായിട്ട് വെക്കാം. അപ്പോൾ അതിനായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് അതൊന്ന് ഇറക്കി വെക്കാം. അപ്പോൾ അതെല്ലാം ഇറക്കി വെച്ച് ഒന്ന് ചൂടാറിയ ശേഷം ആ പാത്രത്തിൽ നിന്ന് ഒന്ന് കത്തി കൊണ്ടൊന്ന് ഇതുപോലെ ആക്കിയെടുത്ത് ഒന്ന് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് പാത്രത്തിലേക്ക് മാറ്റി കൊടുത്ത് ആ പഞ്ചസാര സിറപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറേശ്ശായിട്ടൊരു കയ്യിൽ കൊണ്ട്. അപ്പോൾ എല്ലായിടത്തേക്കും ആവുന്നവരെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതാ എല്ലായിടത്തേക്കും ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് കത്തി കൊണ്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. നല്ല രുചിയാണ്, നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം.